കേസ് നമ്മുടെ പാർക്ക് ലൈറ്റ് ബൾബ് വൈറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഹെഡ് ലൈറ്റിൻ്റെ അകത്ത് തന്നെ പാർക്കും അതേമാതിരി ഹെഡ് ലൈറ്റും വാമായിട്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നൊരു സൂക്കർവ്. അപ്പോൾ ഞാൻ ആ ബൾബ് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. റോഡിലോടുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടോ, ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ മാതിരി ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റി പുതിയ ബൾബ് ഇടാൻ ചെയ്തത്. അപ്പോൾ എക്സ് ലൈറ്റിൻ്റെ ഒരു ബൾബാണ് ഞാൻ മേടിച്ചേക്കുന്നത്. കൊറിയൻ കമ്പനിയാണ്. 60-55 വാട്ട്സാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അത് മറ്റേ LED അല്ല, നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അഴിച്ചിട്ട് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ അതിൽ കിടക്കുന്നതും ഓൾറെഡി 55-60 കമ്പനി വരുമ്പോഴത്തേക്കും 35 വാട്ട്സാണ് വരുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ അന്നേ തന്നെ, അത് നമ്മൾ വണ്ടി മേടിച്ച കാലത്ത് തന്നെ 60-55 ആക്കിയായിരുന്നു. നല്ല വെളിച്ചമുണ്ടോ, എവിടെ പോയാലും നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. വാം ലൈറ്റ് തന്നെയാണ് റോഡിൽ ഓടിക്കുമ്പോൾ കാണാൻ രസം. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഒരു പാർക്ക് ലൈറ്റിൻ്റെ ബൾബ് മാറ്റി, അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ബൾബ് മാറ്റി. ഇനി നമുക്കത് രണ്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതുമായിട്ട് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം വൈറ്റ് ആയപ്പോഴത്തേക്കും നല്ല രസമായില്ലേ കാണാനായിട്ട്. അടിപൊളിയാണ്. എന്തായാലും രണ്ട് കൊണ്ടുള്ള വ്യത്യാസം നോക്കിയാൽ അത് മഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും ഇത് വൈറ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും രസമുണ്ടല്ലോ. പക്ഷേ റോഡിൽ ഓടിക്കുമ്പോഴത്തേക്കും ലൈറ്റിന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നില്ല. ഡിമ്മ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മറ്റേ ബൾബിനകത്തിനോട് വെളിച്ചുണ്ടായിരുന്നു തോന്നുന്നത്. അപ്പോൾ ഈ ബൾബിന് വില വരുന്നത് 220 രൂപയായിരുന്നു. ഇത് തന്നെ LED ബൾബ് ഉണ്ട്, ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, അതിൻ്റെ വെളിച്ചം എങ്ങനെ ഉണ്ടെന്നുള്ളത്, ഇതിനേക്കാളും നല്ല ബ്രൈറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റണം എന്ന് പറഞ്ഞാൽ മറ്റ് ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണടിച്ച് പോകുന്ന രീതിയിലാവുകയും ചെയ്യരുത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ എല്ലാവരും അത് എപ്പോഴും കെയർ ചെയ്യണം. ഓപ്പോസിറ്റ് വരുന്നവർ ഈ ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ആകെ ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാലോ മറ്റുള്ളവരുടെ ഹെഡ്ലൈറ്റ് കണ്ണിലോട്ട് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും അതെപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കരുത്. എന്നാൽ നല്ല അത്യാവശ്യം നല്ല വെളിച്ചം വേണം തന്നെ. അപ്പോൾ LED ബൾബിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.